بسم الله الرحمن الرحيم. സഹോദരൻ ശ്രീനാഥ് ചോദിച്ചിരിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിന് എന്താണ് തെളിവ്? മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അറബിയിൽ എഴുതിയ കുറേ കാര്യങ്ങൾ അല്ലേ ഖുർആനിലുള്ളത് എന്നാണ്. നല്ലൊരു ചോദ്യമാണിത്. ഖുർആൻ ദൈവികമാണ് എന്നത് മുസ്ലിങ്ങളുടെ ഒരു കേവല അവകാശവാദമാണ്. ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവിക ഗ്രന്ഥമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരുടെ ദൈവിക ഗ്രന്ഥമുണ്ട്. അതേപോലെ മുസ്ലിങ്ങൾ അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തെ ദൈവികമെന്ന് പറയുന്നു. അപ്പോൾ അതിനെന്താണ് തെളിവ് എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരം, ഒന്നാമത്തെ ഉത്തരം, പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ആവർത്തിച്ച് കാണാം ഇത് പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന പ്രഖ്യാപനം. വൈന്നഹു ലതൻസീൽ റബ്ബിൽ ആലമീൻ, ഖുർആനിലെ 26-ാമത്തെ അധ്യായം, സൂറത്ത് ശുഅറായിലെ 192-ാമത്തെ വചനം. ഇത് സർവ്വലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. നിരവധി വചനങ്ങളിൽ ഇത് ആവർത്തിച്ച് നമുക്ക് കാണാം. ഖുർആനിന് ദൈവികമെന്നൊരു അവകാശവാദമുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങൾക്കൊന്നും അതില്ല. അവകാശവാദം ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾക്ക് പരിശോധിക്കാൻ കഴിയണം. ആ പരിശോധന നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവികമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമെന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ ഖുർആൻ്റെ സവിശേഷത, അത് മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ നിലനിൽക്കുന്ന വേദഗ്രന്ഥം എന്നതാണ്. ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾ തന്നെ അവ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഖുർആൻ അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷക്കാലഘട്ടം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട് പ്രവാചകൻ്റെ ജീവിതാന്ത്യത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട ഗ്രന്ഥം. അത് എങ്ങനെയാണോ പ്രവാചകൻ പൂർത്തീകരിച്ച് തൻ്റെ അനുചരന്മാർക്ക് നൽകിയത്, അത് അതേപോലെ മാറ്റമൊന്നുമില്ലാതെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, നിലനിർത്തുമെന്നത് പടച്ചവൻ്റെ വാഗ്ദാനമായി പരിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 15-ാമത്തെ അധ്യായം, സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആകുന്നു ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. 14 നൂറ്റാണ്ടുകളായി കൈകടത്തലുകളില്ലാതെ സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. മൂന്നാമതായി, പരിശുദ്ധ ഖുർആൻ മുൻപുള്ള പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച അമാനുഷിക ദൃഷ്ടാന്തത്തെ പോലെ ഒരമാനുഷിക ദൃഷ്ടാന്തമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. മോശെ പ്രവാചകന് നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി നൽകി. യേശുക്രിസ്തുവിന് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെയുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നൽകി. അവയെല്ലാം കണ്ണിനുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളായിരുന്നു. കാഴ്ച അതോടുകൂടി അത് അവസാനിച്ചു. അവരുടെ ജീവിതത്തോടുകൂടി അമാനുഷിക ദൃഷ്ടാന്തവും ചരിത്രത്തിൻ്റെ ഭാഗമായി. എന്നാൽ പരിശുദ്ധ ഖുർആൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും എന്നുള്ള നിലക്ക് ഖുർആൻ അത് കാതിനുള്ള അമാനുഷിക ദൃഷ്ടാന്തമാണ്, ബുദ്ധിക്കുള്ള അമാനുഷിക ദൃഷ്ടാന്തമാണ്. ഖുർആൻ തന്നെ ആ അമാനുഷിക ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറയുന്നു. ഖുർആനിലെ 2-ാമത്തെ അധ്യായം, സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളിൽ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറല്ലതീ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അവർ ഖുർആനിനെക്കുറിച്ച് നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ച് കൊടുത്തതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്കിൽ അതിലേതുപോലെയുള്ള ഒരധ്യായമെങ്കിലും അവർ കൊണ്ടുവരിക. ഒരാൾ വേണ്ട, മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിക്കോട്ടെ. മനുഷ്യരല്ലാത്ത മറ്റാരെയെങ്കിലും പടച്ചവനൊഴിച്ച് അവർക്ക് സഹായത്തിന് ലഭിക്കുമോ അവരെയും വിളിച്ചു കൊള്ളട്ടെ. പക്ഷേ അവർക്കതിന് സാധ്യമല്ല. ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെല്ലുവിളിക്കുകയാണ് മനുഷ്യരെ അതിലൊരു അധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാൻ. അറബി ഭാഷയിൽ സവിശേഷമായ രീതിയിൽ ആണ് പരിശുദ്ധ ഖുർആൻ്റെ രചനാ സൗഷ്ഠവമെന്ന് അത് വായിച്ചാൽ ഭാഷാജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകും. അത് അനുകരണാതീതമാണ്. അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും ഈ വെല്ലുവിളി നിലനിൽക്കുകയും ചെയ്യുന്നു.
നാലാമതായി പരിശുദ്ധ ഖുർആൻ എല്ലാ സാധാരണക്കാരോടും പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭാഷാപരമായ വെല്ലുവിളി അറബി ഭാഷയിൽ ഗാഢമായ അറിവുള്ളവർക്കേ പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാകൂ. എന്നാൽ മുഴുവൻ മനുഷ്യരോടും പരിശുദ്ധ ഖുർആൻ പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 82-ാമത്തെ വചനം. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും പടച്ചവൻ്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമെല്ലാം വട്ടപൂജ്യത്തിലായിരുന്ന സമയത്ത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം, അതിൽ ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ ഒരു അബദ്ധം, ഒരു സൂക്ഷ്മമായ അബദ്ധം പോലും കണ്ടെത്താൻ കഴിയില്ല. അതേപോലെ തന്നെ ആന്തരികമോ ബാഹ്യമോ ആയ യാതൊരു വൈരുദ്ധ്യങ്ങളും ഖുർആനിലില്ല. അത് പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നതിന് ഖുർആൻ വലിയ സാക്ഷ്യമായി അത് പ്രഖ്യാപിക്കുന്നു. ഒരു തരത്തിലുള്ള വൈരുദ്ധ്യവുമില്ല, ഒരു തരത്തിലുള്ള അബദ്ധവുമില്ല. അത് ശാസ്ത്രമാകട്ടെ ചരിത്രമാകട്ടെ ഏത് വൈജ്ഞാനിക ശാഖയെയും പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ വൈജ്ഞാനിക ശാഖകളിൽ പുതുതായി നാം മനസ്സിലാക്കുന്ന സ്ഥാപിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളുമായി ഖുർആൻ ഒരിക്കലും വൈരുദ്ധ്യം പുലർത്തുന്നില്ല. ഖുർആനിലൊരു അബദ്ധം പോലുമില്ല എന്നത് ഖുർആനിൻ്റെ സ്വയം പ്രഖ്യാപനമാണ്. ആർക്കെങ്കിലും ഖുർആൻ ദൈവികമല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ വസ്തുനിഷ്ഠമായി പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമുണ്ട് എന്ന് സ്ഥാപിച്ചാൽ മതി. ഇതാണ് പരിശുദ്ധ ഖുർആൻ്റെ 4-ാമത്തെ സവിശേഷത. പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ സവിശേഷത, പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ എല്ലായിടത്തേക്കുമുള്ള കൃത്യമായ മാർഗദർശനം നൽകുന്നു. ആ മാർഗദർശനമാണ് അത്യുന്നതമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 9-ാമത്തെ വചനം. ഈ ഖുർആൻ ഏറ്റവും നല്ല, ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നിങ്ങളെ വഴി നടത്തുന്നു. ഖുർആനിൻ്റെ ധാർമ്മിക പദ്ധതി, ആ ധാർമ്മിക പദ്ധതിയാണ് അത്യുന്നതം, അത്യുജ്വലം എന്നത് ലോകം അംഗീകരിക്കുന്നതാണ്, ലോകം മനസ്സിലാക്കുന്നതാണ്, ലോകം അത് സ്വീകരിക്കുന്നതാണ്. പക്ഷേ ലോകത്തിൻ്റെ മനുഷ്യരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ചില ആളുകൾ ചൂഷണത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആന്റെ ധാർമ്മിക പദ്ധതിയെ തടഞ്ഞു നിർത്തുന്നു എന്ന് മാത്രം. ഖുർആൻ മദ്യം നിരോധിച്ചപ്പോൾ, ഖുർആൻ ലോട്ടറി നിരോധിച്ചപ്പോൾ, ഖുർആൻ അതേപോലെയുള്ള തിന്മകൾ നിരോധിച്ചപ്പോൾ ആ നിരോധം തന്നെയാണ് ശരിയെന്ന് പുതിയ കാലത്ത് ആ രംഗത്തുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച പലിശരഹിതമായ സാമ്പത്തിക വ്യവസ്ഥിതി തന്നെയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരു സുരക്ഷിതമായ സാമ്പത്തിക വ്യവസ്ഥ നൽകുക എന്ന് സാമ്പത്തിക രംഗത്തെ വിദഗ്ധന്മാർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക പദ്ധതി 100% മാനവികമാണ്, അത് അത്യുജ്വലമാണ് എന്നുള്ളതാണ്. ഇതാണ് ഖുർആൻ ദൈവികമാണ് എന്നതിന് 5-ാമത്തെ തെളിവ്. ഖുർആൻ ദൈവികമാണ് എന്നതിന് 6-ാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുകയും ആ മരണാനന്തര ജീവിതത്തെ സംശയലേശമന്യേ മനുഷ്യരുടെ മനസ്സുകൾക്കകത്തേക്ക് കൃത്യമായി സന്നിവേശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള കൃത്യമായ മാർഗം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സൂസിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. തീർച്ചയായും മനുഷ്യർ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അവർ ചെയ്ത കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക മരണാനന്തര ജീവിതത്തിലാണ്. അവിടെ ആരാണ് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത്? അവരാണ് വിജയിച്ചവർ. ഇഹലോ ജീവിതമെന്നാൽ കേവലം മനുഷ്യരെ കബളിപ്പിക്കുന്ന വിഭവം മാത്രമാകുന്നു. പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യർക്ക് സംശയം ഇല്ലാത്ത രൂപത്തിൽ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിൽ രക്ഷപ്പെടുവാനുള്ള മാർഗം കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആൻ ദൈവികമാണ് എന്നതിന് 6 അടിസ്ഥാനപരമായ തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഓരോന്നും വികസിപ്പിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ സംസാരിക്കേണ്ടി വരും. സുഹൃത്തിന് പരിശുദ്ധ ഖുർആന്റെ ദൈവികത അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ശാഖകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കാവുന്നതാണ്. സത്യസന്ധമായി പരിശോധിക്കുമെങ്കിൽ ആർക്കും അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.